നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ പുത്തൻ പ്രതീക്ഷയായി പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഉടനെ തന്നെ പ്രിയങ്ക ലോക്സഭാ സാമാജികയാകും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അതിനവർ തിരഞ്ഞെടുത്തത് രാഹുൽ ഗാന്ധി 3,64,000 മൃഗീയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച വയനാട് ലോക്സഭാ സീറ്റാണ്. അതിനേക്കാൾ വലിയ ഭൂരിപക്ഷമാണ് റായ്ബറേലിയിൽ ലഭിച്ചത് എന്നത് മാത്രമല്ല, നെഹ്റു കുടുംബത്തിന്റെ തട്ടകമായിട്ടുള്ള റായ്ബറേലിയെ ഉപേക്ഷിക്കുക എന്നത് ഏതൊരു കോൺഗ്രസുകാരനെ സംബന്ധിച്ചിടത്തോളം ഉചിതമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങളോട് തന്റെ രാഷ്ട്രീയ അവസ്ഥ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു രാഹുൽ ഗാന്ധി. രാഹുലിനെ പോലെ തന്നെ പ്രിയപ്പെട്ടവളാണ് പ്രിയങ്കയും. വയനാട്ടിലെ ജനങ്ങൾ പ്രിയങ്കയെ സ്വീകരിച്ചു കഴിഞ്ഞു. വയനാടുകളിലെല്ലാം പ്രിയങ്കയുടെ വമ്പൻ ഫ്ലക്സുകളടക്കം ഇപ്പോൾ നിരന്നിരിക്കുകയാണ്. അതിനിടയിൽ പ്രിയങ്ക പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. ഈ രാജ്യത്തെ യുവാക്കളെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന മോദി സർക്കാരിന് ധാർമ്മികമായ രാഷ്ട്രീയ മുന്നേറ്റം നടത്താൻ ഒരു അർഹതയുമില്ല. നീറ്റ് പരീക്ഷയിലടക്കം നടത്തിയിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ കൊള്ളരുതായ്മ, ഈ അട്ടിമറി അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ലക്ഷക്കണക്കിന് യുവാക്കളെയാണ് മോദി പറ്റിച്ചിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ കോടിക്കണക്കിന് യുവാക്കളുടെ ഭാവിയാണ് ഇരുട്ടിലായതെന്നാണ് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യത്ത് 43 മത്സര പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് ചോർന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി തകർത്ത ഒരു ദേശീയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ചോദ്യപേപ്പർ ചോർച്ചയെന്ന് പ്രിയങ്ക ഗാന്ധി എക്സിൽ എഴുതിയ കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ജനങ്ങൾക്കൊപ്പമാണ് താനെന്നും ദൈവത്തിന്റെ അവതാരമാണെന്നൊക്കെ തള്ളിമറിക്കുന്ന മോദി അവരെ വിഡ്ഢികളാക്കി ഭരണം നടത്തുകയാണ്. എന്തായാലും ഇതിനോടകം ജനങ്ങൾക്ക് മോദിയെ മനസ്സിലായി കഴിഞ്ഞു. വീണ്ടും തിരഞ്ഞെടുത്തത് വെറുതെ ആയെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി തുടങ്ങി. 3ാം വട്ടം പ്രതീക്ഷ മങ്ങിയ വിജയം നേടിയ BJPക്ക് കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും മുന്നേറ്റം വലിയ അടിയാണ് സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് വരുന്നത് BJPക്ക് പേടി സ്വപ്നം തന്നെയാണ്. ലോക്സഭയിൽ പ്രിയങ്ക എത്തിയാൽ അതിലൂടെ BJPക്ക് ഉണ്ടാകുന്ന നഷ്ടം അത് കടുത്തതാകുമെന്ന് BJPക്ക് തന്നെ ഉറപ്പുള്ള കാര്യമാണ്. ലോക്സഭയിൽ പ്രിയങ്കയുടെ ആരവം മുഴങ്ങാനിനി ദിവസങ്ങൾ മാത്രം മതിയെന്നാണ് കോൺഗ്രസ് നേതൃത്വവും ഇന്ത്യ മുന്നണിയും പറഞ്ഞിരിക്കുന്നത്. രാഹുലിന് ലഭിച്ച അതേ പിന്തുണ, അതേ വിജയം അത് പ്രിയങ്കയ്ക്കും ലഭിക്കും എന്നതും ഉറപ്പാണ്. അതേസമയം വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. പ്രതിപക്ഷവും ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. അഴിമതിയുടെ കെട്ടുകൾ ദിനംപ്രതി അഴിയുന്ന സാഹചര്യത്തിൽ കടുത്ത പ്രതിസന്ധിയിലാണ് ഭരണകൂടം പോലും. ഒരുപക്ഷെ തങ്ങളുടെ തടി തപ്പാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി പോലും ആവശ്യപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അത്തരത്തിലുള്ള വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങളടക്കം പുറത്തുവിടുന്നത്. ഭരണം ഉറപ്പിക്കുക എന്നത് തങ്ങളുടെ ആവശ്യമായതിനാൽ രാജ്യസാധ്യത തള്ളിക്കളയാനും ആവില്ല. അങ്ങനെ രാജിവെക്കേണ്ടി വന്നാൽ മോദി സർക്കാരിലെ ആദ്യ വിക്കറ്റ് വീണു എന്ന് തന്നെ പറയാം.